മൈ ഫസ്റ്റ് വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാവരും ഞെട്ടിപ്പോയ ഒരു വാർത്തയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള സൂര്യ എന്ന ഒരു നഴ്സ് UK പോകാൻ വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയും അവിടുന്ന് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. തുടർന്നുള്ള പരിശോധനയിലാണ് നമുക്ക് മനസ്സിലായത് അരളിപ്പൂ കഴിച്ചിട്ട് മരണമടഞ്ഞതാണെന്ന്. എന്നാൽ എന്താണ് ഈ അരളിപ്പൂ? അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എന്തോരം സസ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളുണ്ട് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഇത് നമ്മുടെ നാട്ടില് സുലഭമായി കാണുന്നതാണ്. ചുവപ്പ്, പിങ്ക്, യെല്ലോ ഇത്തരം കളറിൽ നമുക്കിതിന്റെ പൂവിൻ കളറായിട്ട് നമുക്കിത് കാണാറുണ്ട്. അപ്പം എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് വെച്ചാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു ടോക്സിൻസ് കൊണ്ടാണ്. അതായത് ഇതിൽ അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള നീരിൻ, ഒലൻഡ്രിൻ എന്നൊക്കെ പറഞ്ഞ ടോക്സിൻസ് ലിറ്ററലി അത് ഹാർട്ടിനെ എഫക്ട് ചെയ്യുന്നതാണ്. അതായത് ഇതൊക്കെ കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ് എന്ന മെഡിക്കൽ ടേമിൽ നമ്മൾ പറയും. അതായത് നേരെ ഇത് ചെന്ന് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിനെയാണ്. ഹാർട്ടിന്റെ ഫങ്ഷൻ ഇത് ബാധിക്കുകയും തുടർന്ന് നമ്മുടെ ബാക്കി സിസ്റ്റത്തെ ഇത് എഫക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ചെടിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിന്റെ പൂ തൊട്ട് എല്ലാം തന്നെ വിഷാംശമുള്ളതാണ്. പൂവ്, ഇല, കായ, എസ്പെഷ്യലി റൂട്ട്, വേരുകളിൽ ഭയങ്കരമായ വിഷാംശമുണ്ട്, അതായത് ടോക്സിൻസ് ഉണ്ട്. പണ്ട് കാലങ്ങളിലായാലും ഇത് പലപ്പോഴും അബോർഷന് വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. സൂയിസൈഡ് ചെയ്യാൻ പോലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് മെയിൻലി ഏകദേശം ഒരു 15 തൊട്ട് 20 ഗ്രാം വരെ ഇതിന്റെ ടോക്സിൻസ് മനുഷ്യ ശരീരത്തിൽ ചെന്നാലാണ് യൂഷ്വലി നമുക്ക് മരണം സംഭവിക്കുക. അതായത് ഏകദേശം ഒരു 15 ഇലയോളം, ഒരു അഡൽട്ട് ആണെങ്കിൽ 15 ഇലയോളം, അല്ലെങ്കിൽ ഒരു കുട്ടികളാണെങ്കിൽ വെറും ഒരു 4-5 ഇലയൊക്കെ കഴിക്കുമ്പോഴേക്കും നമുക്ക് മരണം വരാനുള്ള സാധ്യതയുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു സിംറ്റം പറയാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കഴിച്ച് അല്ലെങ്കിൽ ആക്സിഡന്റലി ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ തലകറക്കം, തലവേദന, പിന്നെ സലൈവേഷൻ, പിന്നെ നമുക്ക് ഈ ലോക്ക് ജോ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലോക്കായ രീതിയിൽ അനുഭവപ്പെടും. തുടർന്ന് നമ്മുടെ BP, ബ്ലഡ് പ്രഷർ ഡ്രാസ്റ്റിക്കലി ഡൗൺ ആവുകയും പിന്നെ നമുക്ക് ബ്ലോക്ക്, ഹാർട്ടിന് AV ബ്ലോക്കും പോലുള്ള കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് സംഭവിക്കുക. ഏകദേശം ഒരു 24 തൊട്ട് 36 മണിക്കൂറിന്റെ ഇടയിലാണ് നമുക്ക് മരണം സംഭവിക്കുക. ഇത്രയും അളവിലുള്ള ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 24 തൊട്ട് 36 മണിക്കൂറിനുള്ളിലാണ് നമുക്ക് മരണം സംഭവിക്കുന്നത്. സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ ആദ്യം സ്റ്റൊമക് വാഷ്, വയറ് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കറന്റ് സിംറ്റംസ്, അത് സിംറ്റമാറ്റിക് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് നിത്യേന നമ്മൾ കാണുന്ന ഒരു ചെടിയാണ്. അമ്പലങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്, പലരും അത് കഴിക്കാറും കൂടിയുണ്ട്. ചെറിയൊരളവ് കഴിക്കുന്നതുകൊണ്ട് ആയിരിക്കാം നമുക്ക് വലിയൊരു സിംറ്റം നമുക്ക് കാണാതിരുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളെ ചുറ്റും ഒത്തിരി ചെടികളുണ്ട്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മൾ ഈ ഒതളങ്ങ എന്ന് പറയുന്നത് അത് വിഷമാണ്. അത് സെയിം ഇതിന്റെ അതേ ഗ്രൂപ്പിൽ പെരുന്ന ഒരു ചെടിയാണ്. ഇപ്പം പല കുട്ടികൾ അത് പേരക്കയായിട്ടും മാങ്ങയായിട്ടും വിചാരിച്ചിട്ട് അതെടുത്ത് കഴിക്കാറുണ്ട്, മരണപ്പെടാറുണ്ട്. അതുപോലെ ഒത്തിരി സസ്യങ്ങൾ നമ്മളെ ചുറ്റുമുള്ളത് വളരെ അതായത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ തന്നെ വളരെ ടോക്സിൻസ് ആയിട്ടുള്ളതും അത് കഴിക്കുമ്പോൾ നമുക്ക് അതിലേറെ പ്രശ്നങ്ങൾ വരുന്നതും. എന്തൊക്കെ സസ്യങ്ങളല്ലേ നമ്മുടെ ചുറ്റും നമ്മൾ അറിയാത്ത, നമ്മളെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു അടുത്തൊരു വീഡിയോ നമ്മുടെ ചുറ്റുമുള്ള ഇത്തരം വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കാം. അപ്പം അതിലുള്ള ഒരു ടോക്സിൻസ് എത്രമാത്രം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ളതിൽ ഇത്രയും മാത്രം ടോക്സിൻ ആയിട്ടുള്ള ഒരു ചെടികൾ എന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.